ലയണൽ മെസ്സിയെ വിരൽ കൊണ്ട് ഒന്ന് തൊട്ടാൽ മതി, റഫറി അപ്പോൾ തന്നെ ഫൗൾ വിധിക്കും. ഇപ്പോൾ അവസാനമായി നടന്ന അർജൻറ്റീന vs പെറു മത്സരശേഷം പെറു താരം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ലയണൽ മെസ്സിയെ വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ മതി, ഉടനെ ഫൗൾ വിളിക്കും എന്നുള്ളത്. ഇപ്പോൾ അർജൻറ്റീന ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ചിട്ടുള്ള 1-2 മത്സരങ്ങൾ ഒന്ന് പെറുവിനെതിരെയും അതുപോലെ ഒന്ന് പരാഗ്വയ്ക്കെതിരൊക്കെ ആയിരുന്നു. അതിൽ പരാഗ്വയുമായിട്ടുള്ള മത്സരം 2-1 തോൽവിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവിയാണ് അർജൻറ്റീന ഏറ്റുവാങ്ങിയതും. ആ ഒരു മത്സരത്തിനിടെ ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നത്. ലയണൽ മെസ്സിക്കുൾപ്പെടെ അവിടെ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് കണ്ടത്. കാരണം അദ്ദേഹം കോർണർ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ കുപ്പി കൊണ്ട് എറിയലും അതുപോലെ തന്നെ ദുഷ്ടനായ കുള്ളൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കലും ഒക്കെയായിരുന്നു പരാഗ്വൻ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് സംഭവിച്ചത്. അങ്ങനെ മോശമായിട്ടുള്ള സമീപനങ്ങളൊക്കെയാണ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തോൽവിയും പരാഗ്വയ്ക്കെതിരെ അർജൻറ്റീനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം നടന്നിട്ടുള്ള ആ മത്സരം, പെറുവിനെതിരെയുള്ള മത്സരം 1-0 വിജയം സ്വന്തമാക്കിയെങ്കിലും ആ ഒരു മത്സരത്തിനിടെ ഒരുപാട് ഫൗളുകൾ, അങ്ങനെയുള്ള കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടായി. മത്സരശേഷം ലയണൽ മെസ്സിക്കെതിരെ പെറുവിൻ താരം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇത്. ലയണൽ മെസ്സിയെ വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ അപ്പോൾ റഫറി ഫൗൾ വിളിക്കും എന്നുള്ളത്. ഏതായാലും ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജൻറ്റീന ടീം നിലവിലിപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ഉള്ളത്. അതുപോലെ തന്നെ ഫിഫ റാങ്കിങ്ങിലും നിലവിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അവർ അവരുടെ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ അവർക്ക് 1-2 തോൽവികൾ നേരിടേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് നിലവിൽ ഇപ്പോഴും അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഒരു ലോക 1-ാം നമ്പർ എന്നുള്ള ക്വാളിറ്റി ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലയണൽ മെസ്സിയെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഹാട്രിക്കുകളുമായിട്ടും അസിസ്റ്റുകളുമായിട്ടൊക്കെ മുന്നിൽ തന്നെ, ആ ഒരു ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ തന്നെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പ്രസൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത വേൾഡ് കപ്പ് വരെ കളിക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ബാഴ്സലോണയിൽ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ബാഴ്സ അദ്ദേഹത്തിൻ്റെ വീടാണ് എന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ ബാഴ്സലോണയിലാണ് താമസമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ബാഴ്സയാണ് എൻ്റെ വീട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏതായാലും അർജൻറ്റീന ഇപ്പോഴും ഫിഫ റാങ്കിങ്ങിലും അതുപോലെ വേൾഡ് കപ്പ് ക്വാളിഫയർ റാങ്കിങ്ങിലൊക്കെ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. പെറുവിനെതിരെയുള്ള മത്സരത്തിന് ശേഷമാണ് പെറുവിൻ താരത്തിൻ്റെ ഭാഗത്തു നിന്ന് ലയണൽ മെസ്സിക്കെതിരെയുള്ള ഇത്തരം വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ടായത്.